ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതാ നമ്മളുടെ ലാസ്റ്റ് ഡേ ആണ്. ലാസ്റ്റ് ഡേ അല്ല, സെക്കൻഡ് ലാസ്റ്റ് ഡേ. അപ്പോൾ നമ്മളിപ്പോൾ ഇടുക്കിയിൽ ലാസ്റ്റ് ഡേ ആണ്. നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് എല്ലാം ചെക്ക് ചെയ്ത്, ഞാൻ പൊതുവെ എല്ലായിടത്തും പോയാലും എന്തെങ്കിലുമൊക്കെ മറന്നിട്ടിട്ട് പോരും. അപ്പോൾ ഇപ്രാവശ്യം ഒന്നുമില്ലാതെ എല്ലാം കറക്റ്റ് നോക്കി ഒക്കെ ചെയ്തിട്ട് നമ്മൾ പുലർച്ചെ 2:30 ആ ഒരു ടൈമിലാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ മൂന്നാർ കൊടുകുത്തിമല അല്ല, കൊളുക്കുമല, അതാണ് അതിൻ്റെ പ്ലാൻ ചെയ്തിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. കാരണം അവിടെ ഞാൻ പറഞ്ഞപ്പോൾ 5 മണിക്ക് 4:30 5 മണിക്ക് അങ്ങോട്ട് അവിടെ എത്തണം എന്നാണ് നമ്മൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത്. അപ്പോൾ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ നമ്മൾ തലേ ദിവസം തന്നെ അവിടെ ഈ PWDയിൽ അവിടെ ഫ്രണ്ട് ഓഫീസിൽ വന്ന അവർ മാഡം ഉണ്ടായിരുന്നു. അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പോകുന്നപ്പോൾ ചാവി ഇവിടെ വെക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അതൊക്കെ ചെയ്തു. ലഗേജൊക്കെ തലേ ദിവസം തന്നെ നമ്മൾ കയറ്റിയിട്ടുണ്ടായിരുന്നു വണ്ടിയിൽ. അപ്പോൾ അതൊക്കെ ഇതാക്കി. കുട്ടികളത് അവിടെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ സമയം 2:29 നമ്മൾ ഇറങ്ങി. അങ്ങനെ നമ്മളത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 3 ദിവസം അടിപൊളിയായിട്ട് ഇടുക്കിയിലെ പല ഭാഗങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് നല്ലൊരു നമുക്കൊരു ഗുഡ് ഫീൽ തരുന്ന ഒരു സ്ഥലമാണ് ഇടുക്കി എന്ന് എനിക്ക് തോന്നി. ഞാനിതുവരെ പോയിട്ട് കുറച്ച് സ്ഥലങ്ങളെ പോയിട്ടുള്ളൂ. അപ്പോൾ പോയിട്ടുള്ള സ്ഥലങ്ങളിൽ എനിക്ക് ഭയങ്കര ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമായിട്ട് തോന്നി. അപ്പോൾ അതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചങ്ങ് പോയപ്പോൾ തന്നെ നല്ല മഴ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇടുക്കി വിട്ടിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ആ ഒരു ഏരിയ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തേക്കും നല്ല മഴ വന്ന് തുടങ്ങി. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ കറക്റ്റ് ടൈമിൽ കൊടുകുത്തിമല വ്യൂ പോയിൻ്റ് കാണാനുള്ള ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ജീപ്പ് ട്രക്കിംഗ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ടൈം കറക്റ്റ്, പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ കുട്ടികളെ വെച്ചിട്ട് പോകണ്ടെന്ന് വെച്ചു. നമ്മൾ വണ്ടി ഒരു സൈഡിൽ പാർക്ക് ചെയ്തിട്ട് കുറച്ച് നേരം വിളക്കുന്ന വരെ വണ്ടിയിൽ തന്നെ നമ്മൾ കിടന്നുറങ്ങി. പിന്നെ ഇതാ എണീറ്റപ്പോൾ നല്ല അടിപൊളിയായിട്ടൊരു ഫ്രഷ് മോർണിംഗ് ആയിരുന്നു. അപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. മൂന്നാർ എത്തി കറക്റ്റ്. മൂന്നാർ പേഴ്സണലി എനിക്ക് അത്ര വലിയ താല്പര്യമുള്ളൊരു പ്ലേസ് അല്ല. പക്ഷെ എന്നാലും നമ്മൾ കഴിഞ്ഞ തവണ വന്നിട്ട് 2-3 സ്ഥലങ്ങൾ നമ്മൾ കാണാതെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമുക്കിവിടെ കാണാമെന്നുള്ളൊരിതിൽ അപ്പോൾ നമ്മളത് വണ്ടി നിർത്തിയതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു കട ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ചായ വാങ്ങിച്ചു. അപ്പോൾ അതാ ചായ കുടിക്കാൻ വിചാരിച്ചു. അവിടെ ചൂടിന് വേണ്ടിയിട്ടുണ്ട്, ഇങ്ങനെ ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചൂട് നൂഡിൽസും വാങ്ങിച്ചു, കുട്ടികൾക്കും കൊടുത്തു. അങ്ങനെ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ നമ്മുടെ യാത്രയിൽ ഇങ്ങനൊരു സംഭവം ഒട്ടുമിക്ക ടൈമിൽ ഉണ്ടാവാറുണ്ട് കേട്ടോ. മീൻസ് നമ്മൾ പ്ലാൻ ചെയ്ത ഒരു ഡെസ്റ്റിനേഷൻ നമുക്ക് എന്തായാലും മിസ്സായി പോവുകയും ചെയ്യും. പക്ഷേ അതിനേക്കാൾ ഒന്നുകൂടി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങൾ നമുക്ക് കിട്ടാറുണ്ട്. ഇതുവരെയുള്ള എല്ലാ ട്രിപ്പിലും ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നു പോയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ നമ്മളത് നേരെ അവിടെ നിന്ന് റെസ്റ്റ് ഹൗസിലെത്തി. മൂന്നാർ PWD റെസ്റ്റ് ഹൗസാണ്. നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോഴും ഇവിടെ തന്നെ നിന്നിരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പിന്നെ നേരെ പോയത് ഇരവികുളം നാഷണൽ പാർക്ക്, അവിടേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ ആക്ച്വലി നല്ല മഴ, പിന്നെ മണ്ണിടിയിലൊക്കെ ഉണ്ടായിരുന്ന സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് ബ്ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. അവിടെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ബസ്സിലാണ്. അപ്പോൾ ടിക്കറ്റ് നമ്മൾ അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് പിന്നെ നമ്മൾ ബസ്സിൽ അവർ കൊണ്ടുപോവുകയാണ് ചെയ്യുക. എന്താ പറയുക, നമ്മൾ റെയിൻ കോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. കാരണം നടന്നു പോയി കാണാൻ, ബസ് ഒരു പോയിന്റിൽ നമ്മൾ നിർത്തിയിട്ട് പിന്നെ അവിടെ നമ്മൾ നടന്നു പോയിട്ട് കാണണം. അപ്പോൾ കുട പിടിച്ച് അത്രയും ദൂരം നടക്കുക എന്ന് പറയുന്നതിനേക്കാൾ ബെറ്റർ നമ്മൾ റെയിൻ കോട്ട് ഇട്ട് പോകും. നമ്മൾ എല്ലാവർക്കും റെയിൻ കോട്ട് ഇവിടെ നാട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് മൂന്നാറിൻ്റെ എന്താ പറയുക മെയിൻ ബ്യൂട്ടി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ
തേയിലത്തോട്ടങ്ങൾ, അതൊക്കെ കണ്ടിട്ട് അങ്ങനെ പോവാം. കുറച്ച് അധിക ദൂരം പോകാനുണ്ട് ബസ്സിൽ കേട്ടോ. ഞാൻ വൊമിറ്റ് ചെയ്യുന്നൊക്കെ പേടിച്ചിരുന്നു, പക്ഷേ ആർക്കും പ്രശ്നങ്ങളുണ്ടായില്ല. ഞാനും പിന്നെ മൂത്ത മോളുമാണ് മെയിനായിട്ട് ഛർദ്ദിക്കുന്ന ആൾക്കാർ. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അപ്പോൾ നമ്മളിതാ അങ്ങനെ ബസ് അവിടെ നമ്മൾ ഇവിടെ ഡ്രോപ്പ് ചെയ്യും, എന്നിട്ട് ബസ് പോവും. പിന്നെ ഇതുപോലെ ട്രിപ്പ് എടുത്ത് അങ്ങനെ വരുമ്പോൾ ഒരു ടൈമിൽ വരുന്ന ബസ്സിൽ തിരിച്ചു പോകുമ്പോൾ നമ്മൾ പോവുകയാണ് ചെയ്യുക. അതുവരെ നമ്മളവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അത്യാവശ്യം നടക്കാനുണ്ട്, പക്ഷേ അവിടുത്തെ ഒരു ക്ലൈമറ്റിൻ്റെ ഇതുകൊണ്ടും പിന്നെ നമ്മളിങ്ങനെ ഭയങ്കര സ്പീഡിൽ കയറിപ്പോവുക അങ്ങനെയൊന്നുമല്ലല്ലോ. റെസ്റ്റ് എടുത്ത് പോകുന്നതുകൊണ്ടും അങ്ങനെ ക്ഷീണമായിട്ടൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ സൂം ചെയ്ത് നമ്മൾ ടോപ്പിൽ കാണുന്നില്ലേ, അവിടെ ഒക്കെ നടന്നെത്താനുണ്ട്. അപ്പോൾ അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസാണ്. ഈ ഇരവികുളം നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ ഒരു തരം മാനിൻ്റെ എന്തോ ഒരു വെറൈറ്റി ഓഫ് ആ സംഭവം ഏതൊരു എന്താ അതാണ് പറയാം. ഇപ്പോൾ നമ്മൾ മാനിൽ തന്നെ പല വെറൈറ്റി സംഭവങ്ങൾ ഉണ്ടാവില്ല, അതുപോലൊരു മാനിനെയാണ് അവിടെ കൂടുതലായിട്ടും കാണപ്പെടുക എന്നാണ്. പക്ഷെ നമുക്ക് ഒരുപാടൊന്നും ഇപ്പോൾ ഇല്ല, മഴ ആയതുകൊണ്ട് ഉള്ളിലേക്ക് പോയിക്കുകയാണെന്നാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ പക്ഷെ നമുക്ക് ഒരു 3 എണ്ണത്തിനെ കാണാൻ പറ്റി. പക്ഷെ ഞാൻ വീഡിയോ എടുത്ത് വരുമ്പോഴത്തേക്കും ഓടിപ്പോയി. അപ്പോൾ അങ്ങനെ സൂം ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്, പക്ഷെ എത്ര ക്ലിയർ ആയിട്ട് അത് കാണാൻ പറ്റുന്നുണ്ട് എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ലൊരു ക്ലൈമറ്റാണ്. പിന്നെ ഇവിടെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിട്ട് തോന്നിയ കാര്യം കണ്ടോ, അങ്ങനെ ഓടിപ്പോകുന്ന കണ്ടോ, ഞാൻ സൂം ചെയ്തെടുത്താൽ പക്ഷെ അപ്പോഴേക്കും പോയി. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഭയങ്കര സന്തോഷം. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു നീലക്കുറിഞ്ഞി പൂക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്, പോകാൻ വേണ്ടിയിട്ട്. 12 വർഷത്തിലൊരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണല്ലോ അത്. അപ്പോൾ പക്ഷേ ഇതുവരെ കാണാൻ പോകാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇവിടെ നീലക്കുറിഞ്ഞി പ്ലാന്റേഷൻ ഉണ്ട്, അത് ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ. ഇപ്പോൾ നമ്മൾ ഈ നടന്നു പോകുന്നതിൻ്റെ കുറച്ചപ്പുറത്തായിട്ട് നീലക്കുറിഞ്ഞി ഉണ്ട്. അത് നീലക്കുറിഞ്ഞിയാണെന്ന് ജസ്റ്റ് നീലപ്പൂക്കളെ എവിടെ കാണുമ്പോഴൊക്കെ എന്നെ അങ്ങനെ കളിയാക്കും, നീലക്കുറിഞ്ഞി കണ്ടോയെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇത് അതേപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ ആ ചെടിയാണ് ഇത് എന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് നോക്കി. പിന്നെ അവിടെ അപ്പുറത്ത് ബോർഡ് വെച്ചിട്ടുണ്ട് നീലക്കുറിഞ്ഞിയാണ് എന്നുള്ളത്. അപ്പോഴാണ് ഞാനും പിന്നെ വിശ്വസിച്ചത്. അപ്പോൾ ചെടി കണ്ടിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ.
നമ്മളിങ്ങനെ ഒരുപാട് കാലം കാണണം എന്ന് ആഗ്രഹിച്ചൊരു സംഭവം കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ലേ. അത് ഈ സൈഡിൽ കാണുന്നുണ്ടല്ലോ, ഇത് നീലക്കുറിഞ്ഞിയാണ്. നീലക്കുറിഞ്ഞിയുടെ ചെടികളാണ് കേട്ടോ. ഇതിനി നട്ടിട്ട് 12 വർഷം കഴിയുമ്പോൾ അത് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ ഏകദേശം ടോപ്പിലെത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്കങ്ങനെ കാര്യമായിട്ടൊരു വ്യൂ ആയിട്ട് കാണാനൊന്നുമില്ല. ഇങ്ങനെ ഈ ഒരു അതിലൂടെ അങ്ങനെ നടന്ന് നല്ലൊരു ക്ലൈമറ്റ്, നല്ലൊരു ഇതിലങ്ങനെ നടന്ന് പോകാമെന്ന് മാത്രം. ഇപ്പോൾ നമ്മൾ റെയിനി സീസണിലാണ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് കുറച്ചുകൂടി നല്ലൊരു ഹെവി റെയിൻ ഇല്ല, പക്ഷെ ചെറുതായിട്ട് ഇങ്ങനെ മഴ ചാറുന്ന ഒരിതുണ്ട്. അപ്പോൾ നല്ലൊരു തണുത്ത നല്ലൊരു ക്ലൈമറ്റാണ്. അല്ലാത്തപ്പോൾ ഇവിടെ എങ്ങനെയാവും എന്നുള്ളത് അറിയില്ല. പക്ഷെ അല്ലാത്ത സമയത്ത് വന്നു കഴിഞ്ഞാലാണ് നേരത്തെ പറഞ്ഞ മാനിൻ്റെ ഐറ്റംസ് കാണാൻ പറ്റുകയെന്ന് തോന്നുന്നു. ഇപ്പോൾ ഒരു 3 എണ്ണമൊക്കെ അങ്ങനെ ഓടിപ്പോകുന്നതായി കാണാൻ പറ്റുള്ളൂ. പിന്നെ നമ്മളവിടെ നിന്ന് തിരിച്ച് ഒരു ബസ് വന്നപ്പോൾ നമ്മൾ തിരിച്ച് പോന്നു. എന്നിട്ട് അവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ കേക്ക് 2-3 ടൈപ്പ് കേക്ക് പോലത്തെ വാങ്ങിച്ചു. അപ്പോഴത്തേക്കൊക്കെയാണ് നമുക്കിവിടെ റൂം 11:30ക്കാണ് റെസ്റ്റ് ഹൗസിൽ ചെക്ക് ഇൻ ചെയ്യേണ്ട ടൈം. പക്ഷെ നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ പോയി വന്നതിന് ശേഷം നമ്മൾ റൂമിൽ കയറി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തപ്പോൾ റൂം ഇതാണ്. നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ താമസിച്ച സെയിം റൂമല്ല, പക്ഷെ എല്ലാ റൂമും സെയിം അതേപോലെ തന്നെയാണ്. പക്ഷെ കഴിഞ്ഞ തവണത്തേനേക്കാൾ എന്താ പറയുക, റൂമിൻ്റെ അവസ്ഥയൊക്കെ കുറച്ച് മോശമായിരിക്കുന്നു. മഴ പെയ്തപ്പോൾ വെള്ളമൊക്കെ ചെറിയ രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചു. പിന്നെ മൂന്നാറത്തെ ഫുഡൊക്കെ പിന്നെ ഒരു കഥയാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിക്കില്ലാഞ്ഞ് നമ്മൾ ഇങ്ങനെ അവിടെ ഇനി എന്താ കാണാനുള്ളതെന്ന് ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ഈ ഒരു എസ്റ്റേറ്റ് വ്യൂ, ലക്ഷ്മി എസ്റ്റേറ്റ്, അതാണ് അതിൻ്റെ പേര്. ഒരു എന്താ ടാറ്റയുടെ അണ്ടറിലാണെന്ന് തോന്നുന്നത്. ഒരുപാട് ദൂരം, എനിക്ക് തോന്നുന്നു മൂന്നാറിലൊരു 90% ഏരിയയും ഇവരുടെ തേയിലത്തോട്ടം തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നല്ലൊരു അടിപൊളി ക്ലൈമറ്റാണ്. അപ്പോൾ ഒരു ക്ലൈമറ്റിലങ്ങനെ നമ്മളങ്ങനെ പോയി. പിന്നെ പ്രത്യേകിച്ച് പ്ലാനുകളും കാര്യങ്ങളൊന്നുമില്ല. അവിടെ ഇനി എന്തെങ്കിലും കാണാനുണ്ടെങ്കിൽ കാണാമെന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ മെയിനായിട്ട് ഇങ്ങോട്ട് മൂന്നാറിലേക്ക് പ്ലാൻ ചെയ്തത്. ഒരു ദിവസം ഡബിൾ ഡെക്കർ KSRTC യാത്രയും പിന്നെ ഒരു ദിവസം മുഴുവനല്ല, അങ്ങനെ ഒരു പ്ലാനും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മോർണിംഗിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന കൊടുകുത്തിമല, അത് ചാർലി മൂവിയിൽ ദുൽഖർ സൽമാൻ്റെ എൻട്രി വരുന്ന ആ ഒരു പ്ലേസ്. പക്ഷെ നമ്മൾ കുട്ടികളെ വെച്ച് പോകുന്നത് റിസ്ക് ആണോ എന്നുള്ളത് അറിയില്ല. പക്ഷേ ഭയങ്കര തിരക്കാണ്. എത്രയോ ജീപ്പ് ഫുള്ളായിട്ടുണ്ടായിരുന്നു നമ്മൾ പോയപ്പോൾ. അപ്പോൾ പിന്നെ നമുക്കും തോന്നി, ഇനിയിപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് പോയിട്ട് പിന്നെ ഏർലി മോർണിംഗ് ആണ്, 4 മണി 5 മണി ആ ടൈമിൽ നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇനി കുട്ടികൾക്ക് ബുദ്ധിമുട്ടാവുമോ എന്നുള്ള കപ്പിൾസ് മാത്രമാണെങ്കിൽ മിക്ക ആൾക്കാരും അങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. കപ്പിൾസ് അല്ലെങ്കിൽ കുറച്ച് വലിയവരായിട്ട്, ഇപ്പോൾ ഫാമിലി തന്നെയാണെങ്കിലും കുറച്ച് വലിയ കുട്ടികളൊക്കെ കുറച്ച് വലിയവരായത്. അപ്പോൾ നമ്മളിപ്പോൾ ചെറിയ കുട്ടികളെ കൊണ്ട് പോകുമ്പോൾ കുട്ടികൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായാലോ വിചാരിച്ച് പിന്നെ നമ്മളത് ആ ഒരു പ്ലാൻ അങ്ങനെ ഡ്രോപ്പ് ചെയ്യുക ചെയ്തത്. അപ്പോൾ പിന്നെ പിന്നെ നമ്മൾ ഇരവികുളം നാഷണൽ പാർക്ക് നമ്മൾ ജസ്റ്റ് നോക്കിയപ്പോൾ ഓക്കെ ഇപ്പോൾ ഓപ്പൺ ആണ് എന്നുള്ളത് കണ്ടപ്പോൾ പോയതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്ലാൻ ഡ്രോപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് കറക്റ്റ് ടൈമിന് 8 മണിക്കോ 9 മണിക്കോ ആണ് ഈ പറഞ്ഞ ഇരവികുളം നാഷണൽ പാർക്കിൽ വന്നിട്ട് ഉള്ളത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഫസ്റ്റ് ട്രിപ്പ് വരുന്നതാണ്. അപ്പോൾ പിന്നെ ഇവിടെ നമുക്ക് കാണാനുള്ളത് ആന ഇറങ്ങുന്നൊരു കുളം, ആനക്കുളം അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര്. ഇതൊക്കെ നമ്മൾ അവിടെ പോയിട്ട് പിന്നെ അങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ അങ്ങനെ കിട്ടിയതാണ്. അപ്പോൾ അങ്ങോട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ
ആനനെ കണ്ടില്ല, വെള്ളം മാത്രം കണ്ടിട്ട് തിരിച്ചു പോരേണ്ടി വന്നു. ഇവിടെ ആന വരുന്നത് നോക്കാൻ വേണ്ടിയിട്ട് ടെലഗ്രാമിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ചാനലുണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ CCTV വഴി നമുക്കവിടെ കാണാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടില്ല, അങ്ങനെ തിരിച്ച് റൂമിലേക്ക് വന്നു. പിന്നെ അന്നത്തെ ഡേ അങ്ങനെ കഴിഞ്ഞു. പിന്നെ ഇതാ നമ്മുടെ പിറ്റേ ദിവസം രാവിലെ നമുക്ക് ഡബിൾ ഡെക്കർ KSRTC യാത്രയുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ 8:30ക്കാണ് എത്തേണ്ടി 8 മണിക്കാണ് എത്തേണ്ടിയിരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എത്തി. പോകുന്നതിന് മുന്നേ ഫുഡൊക്കെ കഴിച്ചു. പക്ഷേ മസാല ദോശയും ഉഴുന്നുവടയും കഴിച്ചു. പക്ഷേ അത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മൾ വിശക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കഴിച്ചു. ആൻഡ് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ കാണാൻ മാത്രം നമുക്കിപ്പോൾ അത്ര നമുക്ക് അപ്പറും പിന്നെ താഴെയിലും ഉണ്ട് 2 ബർത്തായിട്ട്. നമ്മൾ മുകളിലാണ്. ഇത് മുന്നേ ഓൺലൈൻ ബുക്കിംഗ് ചെയ്യണുണ്ട്. നമ്മൾ പോകുന്നതിന് മുന്നേ തന്നെ ബുക്കിംഗ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഭയങ്കര ഒരു സംഭവം എന്നുള്ള രീതിയിൽ പോയതാണ്. ചിലപ്പോൾ ഇത് ഇതിൻ്റെ മാത്രം ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഇക്കാരണം ചോദിച്ചപ്പോൾ ഇക്കാർക്കും വലിയ ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ വിചാരിച്ചൊരു ഹൈപ്പൊന്നും അതിനില്ല. നമ്മളെ വണ്ടിയിൽ ഓൾറെഡി പോയി കണ്ട സ്ഥലങ്ങൾ ആ റോഡ് ട്രിപ്പ് തന്നെയാണ്. മുകളിലിരുന്ന് കാണുന്നത് കൊണ്ട് അത്ര വലിയൊരു മാറ്റം അല്ലെങ്കിൽ അത്ര ഒരു ഭംഗിയൊന്നും തോന്നിയില്ല. പിന്നെ 3 മണിക്കൂറാണ് ഇതിൻ്റെ സമയം. അപ്പോൾ അത്രയും ടൈമിലിങ്ങനെ എനിക്ക് പേഴ്സണലി എനിക്കിഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മൾ അത്രയും പ്രതീക്ഷിച്ച് പോയതുകൊണ്ടാണോ എന്നുള്ളത് അറിയില്ല കേട്ടോ. അപ്പോൾ അത്ര വലിയൊരു താല്പര്യം എനിക്ക് തോന്നിയില്ല. പിന്നെ ഒരിക്കലൊക്കെ ഒന്ന് പോയിട്ട് എന്താ ഈ ഒരു ബസ്സിൽ പോകുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് അറിയാനുള്ളൊരു അത്രയൊക്കെ എനിക്ക് തോന്നിയുള്ളൂ. അല്ലാതെ ഒരു ഭയങ്കര ഹൈപ്പിൽ എന്താ പറയുക, ഒരു വാവ് ഫീൽ ഉണ്ടാവില്ലേ, അങ്ങനെയൊന്നും തോന്നിയില്ല. അപ്പോൾ അങ്ങനെ പോയി 3 മണിക്കൂർ പോയി തിരിച്ചു വന്നു.
പിന്നെ പിന്നെ നമ്മൾ നാട്ടിലേക്കുള്ള പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ പോകുന്ന വഴി നമ്മൾ രാവിലെ കഴിച്ച ഫുഡ് അത്ര നമുക്ക് ആർക്കും ഒരു സാറ്റിസ്ഫൈങ് ആവാത്തതുകൊണ്ട് നമ്മൾ പോകുന്ന വഴി നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഫുഡ് കഴിച്ച അതേ സ്ഥലത്ത് നിന്ന് കഴിഞ്ഞ തവണ നമ്മൾ കഴിച്ചത് ഈ ഹോട്ടലിൽ നിന്ന് തന്നെയായിരുന്നു. നല്ല ഫുഡായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ വന്ന് നോക്കിയിരുന്നു പ്രാവശ്യം വന്നപ്പോഴും, പക്ഷെ അടവായിരുന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ അവിടുത്തെ ആരുടെ എന്തോ ഒരു മരണം ഉണ്ടായിട്ട് അങ്ങനെ ക്ലോസ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു നമ്മളങ്ങനെ പോകുന്ന വഴി ടീ സെയിൽസ് ഔട്ട്ലെറ്റ് കണ്ടപ്പോൾ അവിടെ കയറി നമ്മൾ നാട്ടിൽ കുറച്ച് ചായപ്പൊടിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കയറിയതാണ്. താലയാർ ടീ കോഫി സെയിൽസ് ഔട്ട്ലെറ്റ്. അവിടെ നമ്മൾ ചായപ്പൊടിയൊക്കെ വാങ്ങിച്ചു. പിന്നെ അങ്ങനെ നമ്മൾ പോയി കുറച്ച് ദൂരം പോയപ്പോൾ നമുക്ക് റിപ്പിളിൻ്റെ ഔട്ട്ലെറ്റും കൂടി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലായിടത്തു നിന്നും ഓരോ പാക്കറ്റ് വാങ്ങിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് റിപ്പിളിൻ്റെ ചായ് ബസാർ എന്ന് പറഞ്ഞിട്ടൊരു ഔട്ട്ലെറ്റ് അവിടെ കണ്ടു. അപ്പോൾ അവിടെയും കൂടി കയറി നോക്കിയിട്ട് നമ്മൾ ഗ്രീൻ ടീയും ചായപ്പൊടിയാണ് നമ്മൾ മെയിനായിട്ട് വാങ്ങിക്കാറ് കേട്ടോ. പിന്നെ അവിടെ നിന്നൊരു ചായ കുടിച്ചു. നല്ല അടിപൊളി ചായയായിരുന്നു. അതൊക്കെ കുടിച്ചു. അങ്ങനെ ചായ കുടിച്ച് നമ്മളിതാ തിരിച്ച് പോരുകയാണ്. തിരിച്ച് വരുന്ന വഴി നമ്മൾ ഉദുമൽപേട്ട് വഴി തോന്നുന്നു, ഈ വഴി കറക്റ്റ് എനിക്ക് അങ്ങനെ എന്തോ ആണ് പറയാം, ആ വഴിയാണ് വന്നത്. ഈ വഴി വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ കുറേ മൃഗങ്ങളൊക്കെ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഇതാ കണ്ടതാണ് സിംഹവാലൻ കുരങ്ങൻ. നമ്മളെ കണ്ടപ്പോൾ വേഗം വഴിമാറി. ഇവരുടെ ഫേസ് മറ്റേ കുരങ്ങനേക്കാളും കാണാൻ കുറച്ചുകൂടി ഭംഗിയുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്കുള്ള യാത്രയാണ്. ഇത് ഞാൻ മൂന്നാറിൻ്റെ രണ്ടും കൂടി ഒറ്റ വീഡിയോ ആയിട്ടാണ് ചെയ്തത്. കാരണം നമ്മൾ അങ്ങനെ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് രണ്ട് ദിവസത്തെ പ്ലാൻ ആയതുകൊണ്ട് നമുക്ക് ടൈം ഉണ്ടായതുകൊണ്ട് പിന്നെ നമ്മളൊരു ആനനെ കണ്ടു. ആനനെ കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇതുപോലെയുള്ള യാത്രയിൽ. അങ്ങനെ പിന്നെ നമ്മൾ ആനനെ കണ്ടു, മയിലിനെ കണ്ടു, പിന്നെ വേറെ എന്തോ ഒരു പക്ഷിനെ കണ്ടു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മാനുകളുടെ എവിടെ നോക്കിയാലും മാൻ എന്നുള്ള ഒരവസ്ഥയായിരുന്നു. അങ്ങനെ ഒരുപാട് മാനുകളെ കണ്ടു. അതൊക്കെ കണ്ട് അങ്ങനെ പതിയെ അങ്ങനെ പോന്നു. അടിപൊളി യാത്രയായിരുന്നു. ആനനെ അപ്രതീക്ഷിതമായിട്ട് കാണാം. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു ആനനെ കാണാൻ പറ്റിയില്ലെങ്കിൽ എന്ന്. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല ആനനെ കാണാൻ പറ്റുമെന്നുള്ളത്. മാനും ബാക്കിയുള്ളതൊക്കെ ഞാനിങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ഞാനിങ്ങനെ ഭയങ്കര ആഗ്രഹത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് ആന നിൽക്കുന്നു പറഞ്ഞാൽ ആനനെ കണ്ടുകഴിഞ്ഞാൽ നമുക്കവിടെ അങ്ങനെ നിർത്തിയിട്ടിട്ട് മറ്റുള്ള മൃഗങ്ങളെ മാനിനൊക്കെ കണ്ടിട്ട് നമ്മൾ നിർത്തിയിട്ട് അല്ലെങ്കിൽ പതുക്കെ സ്ലോ ആക്കിയിട്ടൊക്കെ പോകാൻ പറ്റും. പക്ഷെ ആനനെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നല്ലപോലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമുക്ക് അതിൻ്റെ ഇടയിൽ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ആനമലൈ ടൈഗർ റിസർവിൻ്റെ ചെക്ക് പോസ്റ്റ് ആയിരുന്നു അത്. അപ്പോൾ അതൊക്കെ കടന്നു. അവിടെ എന്തോ 20 രൂപ 30 രൂപ അങ്ങനെ എന്തോ വാങ്ങിച്ചു വരും. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ കരിക്ക് കണ്ടപ്പോൾ കുട്ടികൾക്ക് കരിക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് 2 പേർക്കും കരിക്ക് വാങ്ങിച്ചു കൊടുത്തു. ഞാൻ ഇറങ്ങിയിട്ടുണ്ടായില്ല, മോൻ ഉറങ്ങായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഇറങ്ങിയില്ല. പിന്നെ എനിക്കും കരിക്ക് കുടിക്കാനുള്ളൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളവിടുന്ന് കുറച്ച് വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ പോന്നു. നമ്മൾ പാലക്കാട് വഴിയാണ് തിരിച്ചു വരുന്നത്. പിന്നെ എന്താ പറയുക, കാറ്റാടി, നിറയെ കാറ്റാടികളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോകുന്ന വഴി ചോറിൻ്റെ സമയമായപ്പോൾ നമ്മൾ ചോറ് കഴിക്കാൻ വിചാരിച്ചു. ഞങ്ങൾ മീൽസും ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞത്. പക്ഷേ ചിക്കൻ ബിരിയാണി അത്ര പോരായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ചു പോന്നു. അപ്പോൾ പാലക്കാട് എത്തിയപ്പോൾ നമ്മുടെ കിഡ്സ് യൂട്യൂബറായിട്ടുള്ള ടിയക്കുട്ടിയുടെ വീട് കണ്ടു.
അങ്ങനെ നമ്മളത് അൽഹംദുലില്ലാ നമ്മുടെ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നു 5 ദിവസത്തിന് ശേഷം. ഇനിയാണ് പണി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.